നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. അവസാനം അങ്ങനെ അൻവറും ജയിച്ചു, ലീഗും ജയിച്ചു. PV അൻവറിനെ ആദ്യം UDFിലേക്ക് അടുപ്പിക്കില്ലെന്ന് ദൃഢപ്രതിജ്ഞ എടുത്തയാളാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. എന്നാൽ അവസാനം അൻവറിനെ അംഗീകരിക്കേണ്ടി വന്നു. PV അൻവറിൻ്റെ തൃണമൂൽ കോൺഗ്രസിനെ UDFിലെ അസോസിയേറ്റ് അംഗമായി ഇപ്പോൾ അംഗീകരിച്ചിരിക്കുകയാണ്. UDFിൽ അല്ലെങ്കിൽ കോൺഗ്രസിൽ VD സതീശൻ മാത്രമാണ് കടുത്ത എതിർപ്പ് നേരത്തെ തന്നെ PV അൻവറിനെതിരെ ഉയർത്തിയിരുന്നത്. അൻവറിനെ ഒരു കാരണവശാലും UDFിൽ എടുക്കില്ല എന്ന് ആദ്യം തന്നെ പ്രഖ്യാപിച്ചയാളാണ് VD സതീശൻ. കാരണം PV അൻവർ പിണറായിയുടെ വിശ്വസ്തനായിരുന്നപ്പോൾ VD സതീശനെതിരെ ചില അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ സഭയിൽ ഉന്നയിച്ചിരുന്നു. അന്ന് നിയമസഭയിൽ ബാംഗ്ലൂരിൽ നിന്നും മീൻ വണ്ടിയിൽ വന്ന 500 കോടി രൂപ VD സതീശൻ എവിടേക്കോ കടത്തിയെന്നൊക്കെ അൻവർ തട്ടിവിടുന്നുണ്ടായിരുന്നു. അതെല്ലാം പിണറായി വിജയന് വേണ്ടി അന്ന് അൻവർ എടുത്ത വിടുപണി മാത്രമാണ്. പിന്നീട് അൻവർ പിണറായിയുമായി തെറ്റി UDFിൻ്റെ പിൻവാതിലിലെത്തി. എന്നാൽ VD സതീശൻ ആ വാതിൽ അടച്ചിടുകയായിരുന്നു. അവസാനം സാക്ഷാൽ PK കുഞ്ഞാലിക്കുട്ടിയെയും പാണക്കാട് തങ്ങളെയും ഇറക്കി അൻവർ ഒരു കളി കളിക്കാൻ ശ്രമിച്ചെങ്കിലും അതും സതീശൻ സമ്മതിച്ചില്ല. അങ്ങനെ പാണക്കാട് തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയും വിചാരിച്ചിട്ട് പോലും അൻവറിന് ലീഗിൻ്റെ അല്ലെങ്കിൽ UDFിൻ്റെ ഘടകകക്ഷിയാകാൻ കഴിഞ്ഞില്ല. കാരണം മറ്റൊന്നുമല്ല, അൻവറിനെ അടുപ്പിക്കില്ല എന്ന VD സതീശൻ്റെ വാശി. എന്നാൽ ഈ വാശി അത്ര നല്ലതല്ലെന്നും അൻവറിനെ പോലൊരാളെ UDFിൽ നിന്ന് മാറ്റി നിർത്തുന്നത് ദീർഘകാലത്തേക്ക് ഗുണം ചെയ്യില്ലെന്നുമാണ് UDFിൻ്റെയും കോൺഗ്രസിൻ്റെയും മറ്റ് നേതാക്കൾ വാദിച്ചത്. ലീഗിനും അൻവറിനെ കൈവടിയാൻ ഒരു ആഗ്രഹവും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ അൻവറിനെ എങ്ങനെയെങ്കിലും UDFിൻ്റെ പടി കയറ്റി വിടണമെന്നായിരുന്നു മുസ്ലിം ലീഗിൻ്റെയും മറ്റ് സീനിയർ കോൺഗ്രസ് നേതാക്കളുടെയും സതീശൻ വിരുദ്ധ സീനിയർ കോൺഗ്രസ് നേതാക്കളുടെയും ആഗ്രഹം. അവസാനം ആ ആഗ്രഹം നടന്നു. PV അൻവറിന് UDFിൻ്റെ തിണ്ണയിൽ ഒരു പായ വിരിക്കാനുള്ള സ്ഥലം കിട്ടി. അതിനെയാണ് ഈ അസോസിയേറ്റഡ് മെമ്പർഷിപ്പ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ അകത്തേക്ക് കയറ്റില്ല, ബെഡ്റൂമിലോ അല്ലെങ്കിൽ ഡൈനിങ് ഹാളിലോ ഒന്നും കയറ്റില്ല. കഞ്ഞിയാണെങ്കിലും ചോറാണെങ്കിലും ചായ ആണെങ്കിലും വരാന്തയിൽ വെച്ച് കൊടുക്കും. അതിനെയാണ് ഈ അസോസിയേറ്റഡ് മെമ്പർഷിപ്പ് എന്ന് പറയുന്നത്. ഏതായാലും ഒന്നുമില്ലാതെ നിൽക്കുന്ന PV അൻവറിന് അതെങ്കിലും ആശ്വാസം. നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് നിന്ന് 20,000-ലധികം വോട്ട് പിടിച്ചയാളാണ് PV അൻവർ. വോട്ട് അൻവർ പിടിച്ചതെന്ന് വെച്ച് നോക്കുമ്പോൾ PV അൻവർ ഉടക്കിയില്ലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ CPM-ഉമായിട്ട് ഉടക്കി പോരാതെയാണ് നിന്നിരുന്നതെങ്കിൽ അവിടെ ഇടതുപക്ഷത്തിന് തന്നെയായിരുന്നു ജയസാധ്യത. കാരണം കഷ്ടിച്ച് 12,000 വോട്ടിനാണ് ആര്യാടൻ ഷൗക്കത്ത് ജയിച്ചത് സ്വരാജിനെതിരെ. അത് അപ്പോൾ അൻവർ പിടിച്ചത് മുഴുവൻ ഇടതുപക്ഷത്തെ വോട്ടുകൾ തന്നെയായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് സ്വരാജ് എന്ന് പരാജയപ്പെട്ടത്. ഏതായാലും അൻവറിനെ ഇനി ഏതായാലും മഴയത്ത് നിർത്തണ്ട എന്ന് ലീഗ് നേതൃത്വം തീരുമാനിച്ചപ്പോൾ അതിനെതിരെ പറയാൻ VD സതീശനും കോൺഗ്രസ് നേതാക്കൾക്കും കഴിഞ്ഞില്ല. അതുകൊണ്ട് ഇപ്പോൾ PV അൻവർ UDFിൻ്റെ തിണ്ണയിൽ ഒരു പായം വിരിച്ച് കിടപ്പായി. ഇനി വല്ലപ്പോഴും കൊടുക്കുന്ന ചോറും ചായയും ഒക്കെ കഴിച്ച് അദ്ദേഹം അവിടെ കൂടിക്കോളൂ. ഏതായാലും അദ്ദേഹം UDFിലെ ഒരു ഘടകകക്ഷിയായി മാറി. അടുത്ത തിരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് മത്സരിക്കാനുള്ള സീറ്റും കിട്ടുമെന്നുള്ള കാര്യവും ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു.